Tech Bridge, an initiative to provide a foundational digital guide to technology for the visually challenged. നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ടെക് ബ്രിഡ്ജ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. മാസ്റ്ററിംഗ് വിൻഡോസ് എന്ന സീരീസിൽ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ നമ്മൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഒരു ലാപ്ടോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, ലാപ്ടോപ്പുകൾ പലതരത്തിലാണ്. എല്ലാ ലാപ്ടോപ്പിനും കോമൺ ആയിട്ട് കാണുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഇവിടെ ചെയ്യാൻ കാരണം, വിജ്ഞാൻ ദീപൻ ടെക് വിഷൻ്റെ ചാനലിൽ പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട്. മാത്രമല്ല, ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുവിധം എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാപ്ടോപ്പിൻ്റെ പാർട്സ് അതും നമ്മൾ പഠിക്കണമല്ലോ. ഓക്കെ, ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലാപ്ടോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് മോണിറ്ററാണ്. മോണിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലാപ്ടോപ്പിൻ്റെ ഇതിൽ കാണിക്കുന്ന സംഗതികൾ കാണാനുള്ള സ്ക്രീനാണ് മോണിറ്റർ. മോണിറ്റർ നമുക്കൊരു ഏകദേശം ഒരു ചതുരാകൃതിയിലാണ് മോണിറ്റർ ഉണ്ടാവുക. സമചതുരമല്ല, ഒരു ദീർഘചതുരാകൃതിയിലാണ് മോണിറ്റർ ഉണ്ടാവുക. നമ്മൾ ലാപ്ടോപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ താഴ്ഭാഗം കീബോർഡും മേളിൽ നമുക്ക് നേരെ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് മോണിറ്റർ. ലാപ്ടോപ്പ് ഇങ്ങനെ നിവർത്തി വെക്കില്ലേ, മടക്കി വെക്കാതെ നിവർത്തി വെക്കുന്ന സമയത്ത് നമുക്ക് നേരെ കാണുന്ന ഭാഗമാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ഈ മോണിറ്ററിനകത്ത് മെയിനായിട്ട് 3 സംഗതികളാണ് ഉണ്ടാവുക. വേറെയും കുറേ സംഗതികളുണ്ട്, ബട്ട് മെയിനായിട്ട് 3 സംഗതികളാണ് ഉണ്ടാവുക. ഒന്ന് മോണിറ്ററിൻ്റെ സ്ക്രീനാണ്, ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ പലപ്പോഴും പല വലുപ്പത്തിലുണ്ടാവുന്നുണ്ട്. 14 ഇഞ്ചിൻ്റെ ഉണ്ട്, 15.5 ഇഞ്ചിൻ്റെ ഉണ്ട്, ചിലത് 11 ഇഞ്ചിൻ്റെ ഉണ്ട്. അത് ലാപ്ടോപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് മോണിറ്ററിൻ്റെ വലുപ്പവും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. രണ്ടാമതൊരു സംഗതി മോണിറ്ററിലുള്ളത് ക്യാമറയാണ്. അപ്പോൾ എവിടെയാണ് നമ്മളുടെ മോണിറ്ററിൻ്റെ ക്യാമറ എന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. മോണിറ്ററിൻ്റെ മുകൾ ഭാഗത്ത്, നമ്മളുടെ മോണിറ്ററിൻ്റെ സ്ക്രീന് നമുക്ക് നേരെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഭാഗവും താഴെ ഒരു ഭാഗവും ഉണ്ടാവുമല്ലോ. റൈറ്റ് ലെഫ്റ്റ് അല്ല, മുകളിൽ. ഈ മുകളിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു കുഴി പോലെ ഒരു സ്ഥലം കാണാം, ഏകദേശം നടുക്കായിട്ട്. അവിടെയാണ് സാധാരണ ഇതിൻ്റെ വെബ് ക്യാം കാണാറുള്ളത്. ഈ വെബ് ക്യാം നമ്മളുടെ മീറ്റിങ്ങുകളിലൊക്കെ, ഗൂഗിൾ മീറ്റ് പോലെയുള്ള സംഗതികളിൽ, അതുപോലെ നമ്മളുടെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ വെബ് ക്യാം ഉപയോഗിക്കാറുള്ളത്. മിക്കവാറും ഇപ്പോഴിറങ്ങുന്ന ലാപ്ടോപ്സിൻ്റെയൊക്കെ മൈക്കും മോണിറ്ററിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. അത് പക്ഷേ നമുക്ക് തൊട്ടറിയാൻ സാധിക്കില്ല. ഈ പറഞ്ഞ 2 സംഗതികളും നമുക്ക് എക്സ്റ്റേണലായിട്ട്, അതായത് പുറത്തുനിന്ന് വേറെ വെബ് ക്യാമുകളും മൈക്കും സംഗതികളൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. ഇത് ലാപ്ടോപ്പിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന സംവിധാനങ്ങളാണ്. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് കീബോർഡാണ്. കീബോർഡ് നമുക്കറിയാം, നമുക്ക് തൊട്ട് അറിയാൻ സാധിക്കും. കീകൾ ഉണ്ടാവും കീബോർഡിൻ്റെ മുകളിൽ. ആ കീകൾ തൊടുമ്പോൾ തന്നെ ആ ഒരു ഏരിയയാണ് നമ്മൾ കീബോർഡ് എന്ന് പറയുന്നത്. അത് ലാപ്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ മുകൾ ഭാഗം, അതായത് ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് മോണിറ്ററും, പരന്ന് സർഫസിലിരിക്കുന്നത്, താഴെ ഇരിക്കുന്നത് എന്താണ് ലാപ്ടോപ്പിൻ്റെ മറ്റേ ഭാഗമാണ്. അതിനകത്ത് ആ സർഫസിലിരിക്കുന്ന ഭാഗത്താണ് നമുക്ക് കീബോർഡ് കാണാൻ സാധിക്കും. ചില ലാപ്ടോപ്പുകളിൽ ഫുൾ ടച്ച് ലാപ്ടോപ്പുകളൊക്കെ ഉണ്ട്. അതിൽ ഓൺ സ്ക്രീൻ കീബോർഡും അവൈലബിൾ ആണ്. ഓൺ സ്ക്രീൻ കീബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൻ്റെ അകത്ത് തന്നെ കീബോർഡ് ആയിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. തൊടുന്ന സമയത്ത് അതിങ്ങനെ പറയുകയും അത് വേണ്ടതിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള ഇതാണ്. അപ്പം രണ്ടാമത്തത് കീബോർഡാണ്. കീബോർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏതൊക്കെ കീകൾ എവിടെയാണ് സാധാരണ വരാറുള്ളത്, ആ ഒരു നോർമൽ ഒരു ഐഡിയ തരുന്നൊരു സെഗ്മെൻറ്റ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യും. ഇനി ഇത് കഴിഞ്ഞ് പിന്നെയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ബട്ടനാണ്. പവർ ബട്ടൺ എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടനാണ്. ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അല്ല, ഓൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടനാണ്. ഈ ബട്ടൺ പ്രധാനമായും 3 ഇടങ്ങളിലാണ് സാധാരണ വരാറുള്ളത്. ഒന്ന്, നമ്മളുടെ മോണിറ്ററും കീബോർഡും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന, അതായത് കീബോർഡിൻ്റെ നേരെ മുകളിലായിട്ട് വലത് ഇടത് ഭാഗങ്ങളിലാണ് ഒന്ന് ഈ ബട്ടൺ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ശരിക്കും തൊട്ടാൽ മനസ്സിലാവും. ചില ഡെല്ലിൻ്റെയൊക്കെ ലാപ്ടോപ്പിൽ ഒരു കുഴി പോലെ ഒരു ബട്ടൺ അങ്ങനെ കാണാം. ചിലയിടത്ത് ഇങ്ങനെ പൊന്തിയിട്ട്
നമുക്കിങ്ങനെ ഒരു ബട്ടണായിട്ട് തന്നെ കാണാം. എന്തായാലും അത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെയാണ് ആ ബട്ടൺ ഉണ്ടാവുക. നിങ്ങൾ ആദ്യം ഒരു ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ ലാപ്ടോപ്പ് കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഓരോന്നിൻ്റെയും ബട്ടണൊക്കെ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. പവർ ബട്ടൺ ഒന്ന് അവിടെയാണ് വരിക. അതായത് നമ്മളുടെ കീബോർഡിൻ്റെ മുകളിലെ റോ ഇല്ലേ, ഏറ്റവും മുകളിലെ റോയിൻ്റെ തൊട്ട് മുകളിലായിട്ട് കീബോർഡിൽ നിന്ന് മാറി അതിൻ്റെ ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ ആയിട്ട് വരാം. രണ്ട് തരത്തിലാണ് വരിക. ഒന്നൊരു കുഴി പോലെയുള്ളൊരു ബട്ടനായിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ബട്ടനായിട്ട് ഇച്ചിരി നീളമുള്ള ഒരു ബട്ടനായിട്ടും കാണാറുണ്ട്. ഓക്കെ, രണ്ടാമത്തത് ഈ ബട്ടൺ വരുന്നത് കീബോർഡിൽ തന്നെയാണ്. കീബോർഡിൽ തന്നെ സാധാരണ ഈ ബട്ടൺ വരാറുണ്ട്. അത് സാധാരണ വരാറുള്ള കീബോർഡിൻ്റെ വലത്തേ അറ്റത്ത് മുകളിൽ വലത്തേ അറ്റത്ത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കീയൊക്കെ ആയിട്ടാണ് സാധാരണ വരാറുള്ളത്. പക്ഷേ ചിലതിൽ മാറ്റം ഉണ്ടാവാറുണ്ട്. മൂന്നാമത് ഈ ഒരു ബട്ടൺ വരാറുള്ളത് താഴ്ഭാഗത്താണ്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്സിൽ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. കീബോർഡിൻ്റെ താഴ്ഭാഗത്ത് ടച്ച് പാഡിൻ്റെ ഒക്കെ അടുത്തായിട്ട് ആണ് വരാറുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് തൊട്ടറിയാൻ സാധിക്കും ബട്ടൺ എവിടെയാണെന്നുള്ളത്. കൃത്യമായിട്ട് തൊട്ടറിയാൻ നമുക്ക് സാധിക്കും. അടുത്തൊരു സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ ടച്ച് പാഡാണ്. ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പിൽ സാധാരണ എക്സ്റ്റേണലായിട്ട് മൗസൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് മൗസ് കണക്ട് ചെയ്യാതെ തന്നെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കാവുന്ന ഒരു ഇൻറ്റേർണൽ മൗസാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടച്ച് പാഡ് സാധാരണ വരാറുള്ളത് നമ്മളുടെ കീബോർഡിലെ സ്പേസ് കീയുടെ നേരെ താഴെയായിട്ട് ഒരു പ്രതലം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ടച്ച് പാഡിൽ നമുക്കിങ്ങനെ തൊടുമ്പോൾ സാധാരണ കീബോർഡിൽ തൊടുന്നതോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ മറ്റ് ഏരിയയിൽ തൊടുന്നതോ അല്ലാത്ത ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അത് ടച്ച് പാഡാണെന്ന് മനസ്സിലാവുക. ടച്ച് പാഡ് ഒരു പരിധി വരെ കാഴ്ചപരിമിതിയുള്ള ആളുകൾക്ക് ഏറെക്കുറെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ജസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പിന്നീട് ഒരു ഓഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അപ്പോൾ അതാണ് ടച്ച് പാഡ്. ടച്ച് പാഡിൽ സാധാരണ രണ്ട് ബട്ടൺസ്, ചിലതിൽ ബട്ടൺസ് ആയിട്ടും ചിലതിൽ ഓരോ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് മൗസ് ബട്ടണും ലെഫ്റ്റ് മൗസ് ബട്ടണും പകരമായിട്ട് ബട്ടൺസ് കാണാറുണ്ട്. ആ ബട്ടൺസ് ക്ലിക്ക് ചെയ്യാനൊക്കെ സാധിക്കും. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമാണ് ഈ ബട്ടൺസ് കാണുക. ഈ ബട്ടൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാവുന്നു എന്ന് മാത്രമാണ്. ക്ലിക്കിംഗ് സൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും ഇത് ക്ലിക്ക് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണിച്ചു തരുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. ഒരു ഓൺലൈൻ ട്യൂട്ടോറിയലിലൂടെ എത്രമാത്രം ഈ സംഗതികൾ മനസ്സിലാവുമെന്നറിയില്ല. ഓക്കെ, ചില ലാപ്ടോപ്പുകൾക്ക് ഈ ബട്ടണുകൾ നമുക്ക് ശരിക്കും തൊട്ടറിയാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ കാണാറുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള HP എലീറ്റ് ബുക്ക് എന്ന് പറയുന്ന ലാപ്ടോപ്പിന് കൃത്യമായി ആ ഒരു ബട്ടൺസ് തൊട്ടറിയാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ഉണ്ട്. ചില ലാപ്ടോപ്പിന് ഇടതുവശത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഇടതുവശത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്യൂലേ, കീബോർഡിലൊക്കെ ടച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അമർത്തുമ്പോൾ ബട്ടൺ ക്ലിക്ക് ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. വലതുവശത്ത് അമർത്തുമ്പോൾ റൈറ്റ് മൗസ് ബട്ടണും ക്ലിക്ക് ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ടച്ച് പാഡിൽ നമ്മളുടെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ നീക്കുമ്പോൾ, ഒന്നോ രണ്ടോ വിരലുകൾ കൊണ്ട് ഇങ്ങനെ നീക്കുന്ന സമയത്ത് ടച്ച് പാഡ് മൂവ് ആവുകയും അതിനനുസരിച്ച് മൗസ് പോയിൻ്റർ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അടുത്തത് ചാർജിങ് സ്ലോട്ടാണ്. ചാർജ് ചെയ്യാനുള്ള ഒരു ഏരിയ. ചാർജ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് അത് 3 ഇടങ്ങളിലായിട്ടാണ് വരിക. ഒന്നുകിൽ ലാപ്ടോപ്പിൻ്റെ ഇടതോ വലതോ ഭാഗത്ത് മുകളിലായിട്ട്. അത് നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. ചാർജറിൻ്റെ ആ പിന്നുണ്ടല്ലോ, നമ്മളുടെ കയ്യിലുള്ള ചാർജറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കുത്തേണ്ട പിന്ന് കയറത്തക്ക വിധം വലിപ്പമുള്ള ഒരു ദ്വാരം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ചാർജിങ് സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നുകിൽ കമ്പ്യൂട്ടറിൻ്റെ ഇടത് വലത് ഭാഗത്ത് മുകളിലായിട്ട്, ചില കമ്പ്യൂട്ടറിന് താഴെയായിട്ടും കാണാറുണ്ട്. ചില കമ്പ്യൂട്ടറിൻ്റെ പുറകിലായിട്ടും, അതായത് ലാപ്ടോപ്പിൻ്റെ പുറക് ഭാഗത്തായിട്ടും കാണാറുണ്ട്. സാംസങ്ങിൻ്റെയൊക്കെ ചില ലാപ്ടോപ്സിന് അങ്ങനെ പുറക് ഭാഗത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് USB പോർട്ടുകളാണ്. USB പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ പെൻഡ്രൈവും എക്സ്റ്റേണൽ കീബോർഡുകളും, എക്സ്റ്റേണൽ കീബോർഡ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് അല്ലാതെ നമുക്ക് അഡീഷണലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന കീബോർഡിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ കീബോർഡ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കീബോർഡുകളും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള അത്തരത്തിലുള്ള കീബോർഡുകളൊക്കെ ഉപയോഗിക്കാൻ നമുക്കത് USB വഴി പെൻഡ്രൈവൊക്കെ കുത്തുന്ന പോലെ നമ്മൾ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് USB പോർട്ട്. അത് സാധാരണ നമ്മളുടെ ഈ മെമ്മറി ബോക്സിലൊക്കെ പെൻഡ്രൈവ് കുത്തുന്ന
അതേ ഫോർട്ട് പോലെയുള്ള ഒരു ഫോർട്ട് നമുക്ക് കാണാം. അത് സാധാരണ ഓരോ ലാപ്ടോപ്പിൽ വ്യത്യാസം ഉണ്ടാവും. ചിലതിൽ 3 ഉണ്ടാവും, ചിലതിൽ 2 ഉണ്ടാവും. ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു പോർട്ട് കൂടെ കാണാൻ സാധിക്കും. അത് 2 രൂപത്തിൽ കാണാറുണ്ട്. HDMI പോർട്ടുകളും VGA പോർട്ടുകളുമാണ്. ഈ HDMI VGA പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊജക്ടറുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമുക്കിപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് പ്രൊജക്ടർ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HDMI അല്ലെങ്കിൽ VGA പോർട്ടുകൾ ഉള്ളത്. ഇത് 2 HDMI ആണോ VGA ആണോ എന്ന് മനസ്സിലാക്കാൻ ഈസിയാണ്. അതായത് HDMI പോർട്ടിൻ്റെ താഴെ ആ പോർട്ടിൻ്റെ, അതായത് പോർട്ടിനൊരു മുകൾ വശവും താഴ്വശവും ഉണ്ടാവുമല്ലോ, അതിൻ്റെ താഴെ ഒരു സാധനം ഉണ്ടാവും. അതിങ്ങനെ നമുക്കിങ്ങനെ കൈവച്ച് ഇങ്ങനെ ഇത് ചെയ്താൽ ജസ്റ്റ് ഒന്നിങ്ങനെ താഴോട്ടാക്കിയാൽ തന്നെ ആ ഒരു താഴ്ഭാഗം ഇങ്ങനെ താഴ്ന്നിങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ VGA പോർട്ടുകൾക്ക് അങ്ങനെ ഒരു സംഗതി സാധാരണ കണ്ടുവന്നിട്ടില്ല. അപ്പം ഇതാണ് പ്രധാനമായിട്ടുള്ള പോർട്ടുകൾ. പിന്നെ നമുക്കുള്ള ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ C ടൈപ്പ് പോർട്ടുകളും ഉണ്ടാവും. C ടൈപ്പ് പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെ ചാർജർ അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മൾ USB കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള C ടൈപ്പ് പോർട്ടുകളും ഉണ്ടാവും. ചില ഫോണിൻ്റെ നമ്മളുടെ ഉള്ള ഹെഡ്സെറ്റ് അതായത് പരന്ന പിന്നുള്ള ഹെഡ്സെറ്റുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ കണക്ട് ചെയ്യാനുള്ള C ടൈപ്പ് പോർട്ടുകളും ഉണ്ടാവും. ആ C ടൈപ്പ് പോർട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയുള്ള മറ്റൊരു പോർട്ട് എന്ന് പറയുന്നത് മെമ്മറി കാർഡ് റീഡർ അഡാപ്റ്ററുകൾ കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ട് ഉണ്ടാവും. അത് അതിനനുസരിച്ച് നീളമുള്ള ഒരു ചെറിയ പോർട്ടായിരിക്കും. അത്യാവശ്യം നീളം ഉണ്ടാവും, പക്ഷേ ആ പോർട്ടിന് അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇത്ര വലിപ്പം ഉണ്ടാവില്ല. മറ്റ് പോർട്ടുകളുടെ അപേക്ഷിച്ച് വലിപ്പം കുറവായിരിക്കും. ഇനി ലാപ്ടോപ്പിൻ്റെ മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് ചില പ്രീമിയം ലാപ്ടോപ്സിനൊക്കെ ഫിംഗർ പ്രിൻറ്റ് റീഡർ ഉണ്ടാവും. ഫിംഗർ പ്രിൻറ്റ് റീഡർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചതുരാകൃതിയിലുള്ള ഒരു ഏരിയ, വളരെ ചെറുതായിരിക്കും. ഒരു കള്ളി എന്നൊക്കെ നമുക്ക് പറയാം. ആ കള്ളിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിംഗർ പ്രിൻ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ, അതാണ് ഫിംഗർ പ്രിൻ്റ് റീഡർ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ലാപ്ടോപ്പിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഏരിയകളൊക്കെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഓരോന്നും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അടുത്ത ട്യൂട്ടോറിയലിൽ നമുക്ക് കീബോർഡിനെ കുറിച്ച് ഒരു ഓവർവ്യൂ നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ കേൾക്കാം. ഏതായാലും ഇന്ന് ഈ പഠിപ്പിച്ച സംഗതികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.